കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് 8 ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നത് സർക്കാർ അനുമതിയോടെയാണ്. UDFന്റെ ആരോപണം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ്. UDFന്റെ കാലത്തും ഡിസ്റ്റിലറികൾ തുടങ്ങിയത് ടെൻഡർ ഇല്ലാതെയായിരുന്നുവെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 8 ഡിസ്റ്റിലറി ഉണ്ട്, 8 എണ്ണം. അതേപോലെ ബ്ലെൻഡിങ് യൂണിറ്റുകൾ 10 എണ്ണം ഉണ്ട്. പിന്നെ 2 ബ്രൂവറിയുണ്ട്. ഇത് UDFൻ്റെയും LDFൻ്റെയും കാലത്താകെ കേരളത്തിൽ സ്ഥാപിച്ചതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് സ്ഥാപിച്ചതല്ല എന്നർത്ഥം. UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തും സ്ഥാപിച്ചതാണ് ഈ പറഞ്ഞ നമ്പറെല്ലാം. ഒന്നും ടെൻഡർ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചതല്ല. UDFൻ്റെ കാലത്തുമല്ല, LDFൻ്റെ കാലത്തുമല്ല. ടെൻഡർ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവുക, എന്നിട്ട് അതിന് ടെൻഡർ വിളിക്കുക എന്നുള്ളത്. ഇതെല്ലാ സംരംഭങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. ആ UDFൻ്റെ ഗവൺമെൻറ് കാലത്തുപോലെ LDFൻ്റെ കാലത്തും അത് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന